അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളെ നജില സാജിക്ക് നന്ദി പറയുന്നു. എന്താ കാരണം എന്നറിയണ്ടേ? ഞാൻ സാജിയുടെ വീഡിയോയും കാണും, നജിലാൻ്റെ വീഡിയോയും കാണും. അപ്പോൾ സാജി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസ്റൂറ ഫാത്തിമാൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് ഒരാൾ പൈസ അയച്ചു കൊടുത്തു എന്ന്. പക്ഷേ സത്യത്തിൽ ആ പൈസ മസ്റൂറ ഫാത്തിമാൻ്റെ വീടിന് വേണ്ടി കിട്ടിയിട്ടില്ല. അതിലടുത്ത വീഡിയോയിൽ നജില വന്ന് കരയും പറയുകയൊക്കെ ചെയ്തു, കാരണം അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത എന്തിനാണ് പറയണമെന്ന് വെച്ചിട്ടാണ് അവൾ പറഞ്ഞത്. പക്ഷേ സാജി ആ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് നജിലാക്ക് വലിയൊരു ഉപകാരമാണ് ഉണ്ടായത്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ നജിലാൻ്റെ വീഡിയോ കാണുന്നതാണെന്ന് പറഞ്ഞില്ലേ, സാജി ആ വാക്ക് പറയുന്നത് വരെ നജിലാക്ക് 9,000 സംതിങ് സബ് ഉണ്ടാകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഇങ്ങോട്ട് അവൾ ഇങ്ങോട്ട് പുറത്തായി. എല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ ഇന്നലെ 40,400 സബ് ഉണ്ട്. അപ്പോൾ അതാണ് നന്ദി പറയുന്നത്. കാരണം അവളെ ചാനൽ ഉയർത്തി കൊടുക്കുന്നത് സാജിയാണ്. അതുകൊണ്ടാണ് സാജിനോട് അവൾ നന്ദി പറയുന്നത്. പിന്നെ നജിലാൻ്റെ വീഡിയോ ഞാൻ എല്ലാ വീഡിയോയും കാണും. അപ്പോൾ ഇന്നലെ നജിലാനെ പറ്റി ആരോ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്ത സാജിയാണോ നജില എന്ന് ചോദിച്ചിട്ട്. സാജിക്ക് വേറൊരു ജീവിതമാർഗം, നജിലാക്ക് വേറൊരു ജീവിതമാർഗം. അപ്പോൾ അതിൽ സാജിദി ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ കുറേ സഹായങ്ങളും വാഗ്ദാനങ്ങളൊക്കെ വന്നപ്പോൾ അറിയാതെ സന്തോഷിച്ചു പോയി. പല ഇൻ്റർവ്യൂവിലും പലതും പറഞ്ഞു പോയി. അതാണ് കുഴപ്പം പറ്റിയത്, വേറൊന്നുമില്ല. അപ്പോൾ നജിലാൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം നജില എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കണമെന്നുള്ളത്. നജിലാൻ അറിയണവർക്ക് നജിലാൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം. ആ പാലൂറ്റുന്ന സമയത്ത് ആ കുട്ടികളെയും കൊണ്ട് ആ മലയിൽ കൂടെ പോയിട്ട് കണ്ടില്ലേ, മസ്റൂറ ഫാത്തിമാക്ക് മുഖത്തൊരു വെള്ളപ്പാടുണ്ട് കാരണം അതിനൊരു മരുന്ന് പറിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. ചതുപ്പാണ്, അതിൻ്റെ മേലെ നിന്ന് വീഡിയോ കുട്ടികളെ കൊണ്ട് എടുപ്പിച്ചിട്ടുള്ള ആ മരുന്ന് പറിക്കാൻ പോകുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ കുന്നും മലകളൊക്കെ കയറി ആ കുഞ്ഞു മക്കളെയും കൂടി കയറ്റി കൊണ്ടുപോയിട്ടാണ് സ്കൂളില്ലാത്ത ദിവസങ്ങൾ കൊണ്ടുപോയി. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നു, കാരണം കുടുംബ വീടിൻ്റെ അടുത്താണല്ലോ വീട്. അതുകൊണ്ട് എന്നാലും അന്ന് ആലോചിച്ച് നോക്കിയെങ്കിൽ ആ റബ്ബറും തോട്ടത്തിൽ എവിടെയെങ്കിലും ഒരാൾക്കാരുണ്ടോ? വെട്ട് കഴിഞ്ഞവരങ്ങോട്ട് പോയി. പിന്നെ പാലൂറ്റവൾ ഒറ്റയ്ക്ക്, ഒരു മനുഷ്യനില്ല, അള്ളാഹുവിൻ്റെ തുണയല്ലാതെ വേറെ ആരുമില്ല. ആ 4 ഭാഗം റബ്ബറും തോട്ടം മാത്രം, വേറെ ആരുമില്ല. അള്ളാഹു അവൾക്ക് എപ്പോഴും തുണയുണ്ടാകട്ടെ, അധ്വാനിച്ച് ജീവിക്കുകയല്ലേ. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ചെറിയ ചെറിയ ചാരിറ്റികളും ചെയ്യുന്നുണ്ട്. കാരണം ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കുക, മരുന്നില്ല വാങ്ങാൻ പറ്റാത്തവർക്ക് മരുന്നിനെ സഹായിക്കുക, അതൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ ഒരു 12 മണിക്ക് മുമ്പേ ഞാൻ ഇതിൽ കൂടെ വാട്സപ്പിൽ കൂടെ ചാറ്റ് ചെയ്തപ്പോൾ അവൾക്ക് എന്തോ ഒരു ടെൻഷനുള്ള മാതിരി തോന്നി. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ റബ്ബർ 2 വളയെ വെട്ടിയിട്ടുള്ളൂ, കൂടുതൽ വെട്ടിയിട്ടില്ല, എന്ന് നേരത്തെ പാലൂറ്റിൽ കഴിഞ്ഞു പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തുന്നവരെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിലും കുറേ വേദനകൾ പറയുന്നുണ്ട്. വിളിച്ചപ്പോഴും കുറേ വേദനകൾ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ. ഇപ്പോൾ വീടായി, ഇനി വീടിന് കുറച്ച് കടങ്ങളുണ്ട്, പിന്നെ ബാത്റൂം പുറത്ത് വെക്കണം, അതൊക്കെ ഇൻഷാ അല്ലാഹ് പതുക്കെ വെക്കപ്പായല്ലോ, കയറി കിടക്കാൻ ഇടായല്ലോ. അത് തന്നെ അൽഹംദുലില്ലാ റബ്ബേ. ഒരു വീടില്ലാത്തവൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ സാജി അതേമാതിരി കഷ്ടപ്പെട്ട് ജീവിക്കണ ആ മൂത്ത കുട്ടി ഇപ്പം എന്താ 15 വയസ്സായിട്ടുള്ള ആ കുട്ടിക്ക് ഇപ്പം എന്താ അറിയാം? ശരിയാതാ തെറ്റാതെന്നറിയാനുള്ള പ്രായമൊന്നും അവനായിട്ടില്ല. പിന്നെ അതിൻ്റെതായല്ലേ ബാക്കി 4 അവരും വലുതായി വരുമ്പോൾ അവർക്ക് ഒരു വരുമാന മാർഗം കയ്യിലേക്കാകുന്ന പ്രായ മക്കൾക്കും ആകുമ്പോൾ എല്ലാം ശരിയാവും.
അപ്പം എല്ലാം ഇതാവും. ഇപ്പോൾ അവരങ്ങൾക്കൊരു ബുദ്ധിയും വിവരമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അവർക്ക് എന്താ ക്രിക്കറ്റ് കളിക്കണം, പന്ത് കളിക്കണം, മറ്റുള്ളവർ ഇടണമാതിരി ഡ്രസ്സ് ഇടണം, ടൂറ് പോകണം, ബോട്ടിൽ കയറണം, ഇതൊക്കെയാണ് ഓൽക്കും അറിയുള്ളൂ. ആ ഹാപ്പിയിലാണ് ഓലിപ്പോൾ ജീവിച്ചു പോണത്. അപ്പോൾ ഇമ്മ ഇൻ്റർവ്യൂവിന് അതിനതിന് പോയിട്ടാണെങ്കിൽ കിട്ടുന്ന ആ കാശ് കൊണ്ടാകുമല്ലോ ഐറ്റങ്ങൾ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നുണ്ടാവുക. ജീവിക്കട്ടെ. എല്ലാം ഒരു സമയമാകുമ്പോൾ എല്ലാം നിർത്തും. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവൾക്കും മക്കൾ വലുതാകുകയല്ലേ. അപ്പോൾ ആ മക്കളെ വളർത്തിക്കൊണ്ട് വരണ്ടേ. സാജിയും നജിലയും തമ്മിൽ 2 മക്കളെ മാറ്റം മാത്രമേ ഉള്ളൂ. നജിലാക്ക് 3 മക്കളും സാജിക്ക് 5 മക്കളും. സാജി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇൻ്റർവ്യൂകളാണ് അവളെ കുഴപ്പിച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ പോയിരുന്നു. അതുകൊണ്ടാണ് കുറേ റിയാക്ഷൻ വീഡിയോകൾക്ക് നേരിടേണ്ടി വന്നത്. ആ ഇൻ്റർവ്യൂകളില്ലെങ്കിൽ അവളെ സ്വന്തം വീഡിയോ ആണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ പോയിരുന്നു. പിന്നെ കഷ്ടപ്പാടുണ്ട്, ജീവിക്കാൻ എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്. നമ്മളാരും ഒരുപാട് സമ്പാദ്യങ്ങൾ സമ്പാദിച്ച് വെച്ചൊന്നും ജീവിക്കണവരല്ലല്ലോ. ഏതൊരു മനുഷ്യനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണ്ടോ, ഞാനടക്കം തുടങ്ങിയിട്ടുണ്ടോ ജീവിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ അങ്ങനെ 10 റുപ്യ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ കൂടിയാണല്ലോ ചെയ്യണത്. പിന്നെ ഒരു താത്താൻ്റെ വീഡിയോ കണ്ടു ഞാൻ. നജില പാല് കാച്ചിന് ക്ഷണിച്ചില്ല, ഞാൻ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരടുത്താണ് തോന്നുന്നത്. നജിലാൻ്റെയൊക്കെ വീടിൻ്റെ ഏകദേശം കൊല്ലത്തടുത്താണ് തോന്നുന്നു. അവരെ സംസാരം അതൊക്കെ കേട്ടിട്ട് അവരെ വീഡിയോ ഇന്നലെ കണ്ടിരുന്നു. അപ്പം നജിലാൻ്റെ വീഡിയോ അവർ കാണാത്തതുകൊണ്ടായിരിക്കുക. കാരണം നജില എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. 2-3 വീഡിയോയിൽ വെറും കൂടുതലും ക്ഷണം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വരണം, എല്ലാവരും വന്നാൽ ഇവിടെ ഞാൻ സ്വീകരിക്കും, എനിക്ക് ഒരാളായിട്ട് വിളിക്കാൻ പറ്റില്ല. കാരണം കുട്ടിയുടെ സുന്നത്ത്, വീട് പാല് കാച്ചൽ, വീട് മാറൽ, അപ്പോൾ ഇതെല്ലാം ഒരു പെൺകുട്ടിയല്ലേ. പിന്നെ വാപ്പാക്കും ഉമ്മാക്കും സുഖമല്ല. പിന്നെ സഹോദരന്മാരാണ്, അവരെ ജോലിക്കും പോകണം, കുടുംബം നോക്കണം, പിന്നെ ഇവളെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാവില്ല. അവൾക്ക് എല്ലാവരെയും നടന്ന് ക്ഷണിക്കാനോ അല്ലെങ്കിൽ ഓർമ്മയോടുകൂടി വിളിച്ച് ക്ഷണിക്കാനോ ഒന്നുമില്ല, ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ വീഡിയോയിൽ അവളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ടുണ്ട്, വരുന്നവരെല്ലാവരും സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്വീകാര്യമായിട്ടാണ് ഇപ്പോൾ കൂടുതലും. ഇപ്പോൾ എല്ലാവരും കല്യാണം വിളിക്കണമൊക്കെ ദൂരമുള്ളവർ മൊബൈലിൽ കൂടെയല്ലേ വിളിക്കണം. പോയി വിളിക്കണ ഇതൊക്കെ ഇപ്പം നിർത്തിക്കണം, മൊബൈലിൽ കൂടെയാണ് ഇപ്പോൾ വിളി. അപ്പോൾ അതിനൊന്നൊരു പരാതി വേണ്ട. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചിട്ടൊന്നുമില്ല, എന്നെ ഈ ചാനലിൽ കൂടെ വിളിച്ചോളൂ, അല്ലാതെ നേരിട്ട് വിളിച്ചിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ അതിനോട് പരാതിയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്ക് അവളെ അവസ്ഥകൾ അറിയാലോ. അതുകൊണ്ട് പോകാൻ പറ്റുകയാണെങ്കിൽ തിരുവനന്തപുരം പോകുമ്പോൾ ഒന്ന് പോകണമെന്നുണ്ട്. അവളെ മക്കളെ വീടൊക്കെ ഒന്ന് കണ്ട് നേരിട്ട് കാണണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. അത് സാധിക്കട്ടെ എന്ന് വിചാരിക്കണം. ഇനി പറയാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാകാമെന്ന്. കാരണം ഞങ്ങൾ ഈ ജനുവരി 17 തിരുവനന്തപുരം പോകണം. അവിടെ ഒരു കല്യാണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ജനുവരി 26 അജ്മീർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ മാസം ഫസ്റ്റ് തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ടിക്കറ്റ് ഇല്ല, അജ്മീർക്കില്ല, ട്രെയിൻ ടിക്കറ്റ് ഇല്ല, മറ്റേ വെയിറ്റിംഗ് ലിസ്റ്റേ ഉള്ളൂ. അതിൽ പോകാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 2-3-4 കൊല്ലം മുമ്പ് ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോയിട്ട് ഞങ്ങൾ പെടാത്ത പാടുപെട്ടു. എൻ്റെ മാപ്പിളുടെ അമ്മ ഉണ്ടായിരുന്നു കൂടെ, 84 വയസ്സുണ്ടതിന്, അതും വന്നിരുന്നു. അത് പിന്നെ ആരുടെയൊക്കെ ദയാദാക്ഷിണ്യത്തിൽ അവർ സീറ്റിൽ നിന്ന് നീച്ചാതെ അവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞു. കാരണം വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലേ. അപ്പോൾ അതിൽ ആ സീറ്റിൻ്റെ ആൾക്കാർ വന്ന് നമ്മൾ നീച്ചു കൊടുത്തിട്ട് അപ്പുറത്തെ ആൾ വരാത്ത സീറ്റെങ്കിൽ അതിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ 1-2 ദിവസമല്ല, 3 ദിവസം ട്രെയിനിലിരിക്കണം, 3 ദിവസം തിരിച്ചു വരുമ്പോൾ ഇരിക്കണം, അങ്ങനെ 6 ദിവസം വണ്ടിയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതൊക്കെ തെറ്റിപ്പോയി. ഇനിയിപ്പോൾ ഏതായാലും തിരുവനന്തപുരത്ത് 17-ാം തീയതി പോകണം, പോകാതിരിക്കാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് പോകണമെന്ന് വിചാരിക്കണം. കാരണം എന്താ വെച്ചാൽ കല്യാണം ഉണ്ട്, അപ്പോൾ പോകണം. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ, സാഹചര്യം ഒക്കെ ആണെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ നജിലാനി മക്കളെയും പോയി കാണണമെന്നുണ്ട്. നമ്മളെ കൊണ്ട് സഹായിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഒന്ന് പോയി ആ മക്കളെയോളൊക്കെ ഒന്ന് കണ്ടിട്ട് വരികയാണെങ്കിൽ ഒരു സന്തോഷമല്ലേ. അങ്ങനെ വിചാരിക്കണം. അള്ളാഹുവിന് വിധി കൂട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അവളെ മക്കളെ ഒന്ന് പോയി കാണുക എന്നുള്ളത്.
അപ്പോൾ ഇനി കൂടുതലൊന്നും പറയണില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഉള്ളത് വെച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. അത് സാജിദയാണെങ്കിലും നജിലയാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി ഏതായാലും നജിലാക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ റംലാൻ വരികയാണെങ്കിൽ റംലാനും അതേമാതിരി തന്നെ കുറേ അരിയ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ, എല്ലായിടത്തും കിട്ടുമല്ലോ റംലാനൊക്കെ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഞങ്ങൾക്ക് റംലാന് അരികൾ ചിലപ്പോൾ ബറാത്ത് കഴിഞ്ഞാൽ തന്നെ അരികൾ കൊണ്ടുവന്ന് തരാൻ തുടങ്ങും. അരി മാത്രമല്ല, അരി അതിലേക്കുള്ള നോമ്പിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് തരലുണ്ട്. അതേമാതിരി നജിലാക്കും കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ റംലാൻ കഷ്ടപ്പാടില്ലാതെ കഴിഞ്ഞു പോകും. റംലാനിൽ പിന്നെ അവൾക്ക് പണിക്ക് പോകാനും പറ്റില്ല അറിയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നോമ്പ് കൊടുത്തിട്ട് നോമ്പ് എടുക്കാതെ തന്നെ ആ കുന്നുമ്മലയും കയറാൻ പറ്റുക. പിന്നെ എങ്ങനെയാണ് നോമ്പ് എടുത്തിട്ട് കയറുക? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും ഞാൻ നിർത്തുന്നു.